നീ ആരാണ്? ആരാണ് ഏറ്റവും വലിയവൻ? ആരാണ് കാണാതെ പോയത്? വളരെ ലളിതമായി തോന്നാവുന്ന ഒരു ചോദ്യമുണ്ട്, നീ ആരാണ്? ചിലപ്പോൾ അത് വെറും ഒരു തിരിച്ചറിയൽ ചോദ്യമാണ്. എന്നാൽ ചിലപ്പോൾ അതിനപ്പുറം ചിലതുണ്ട്. നീ ആരാണ് എന്നു ചോദിക്കുമ്പോൾ ചിലർ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്, നിനക്ക് എന്ത് അധികാരമാണുള്ളത്? ഞാൻ എന്തിനാണ് നിന്നെ കേൾക്കേണ്ടത്? സംസാരിക്കാൻ നിനക്ക് എന്ത് അവകാശമാണുള്ളത്? ചിലപ്പോൾ ഈ ചോദ്യം ഒരു വെല്ലുവിളിയായി മാറുന്നു. കാരണം അതിനിടയിൽ മറ്റൊരു ചോദ്യമുണ്ട്, ആരാണ് കൂടുതൽ പ്രധാനം? ആരുടെ വാക്കാണ് അവസാനത്തേത്? ഇന്നത്തെ സുവിശേഷം ഇതേ തരത്തിലുള്ള ഒരു ചോദ്യത്തോടെയാണ് ആരംഭിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ വന്ന്, സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആരാണ് എന്ന് ചോദിക്കുന്നു. അവർ ചിന്തിക്കുന്നത് സ്ഥാനത്തെക്കുറിച്ചാണ്, പദവിയെക്കുറിച്ചാണ്. ആരാണ് ഒന്നാമൻ എന്നറിയാൻ അവർക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ യേശു ചെയ്യുന്നത് ആരും പ്രതീക്ഷിക്കാത്തതാണ്. അവിടുന്ന് പത്രോസിനെ വിളിക്കുന്നില്ല, യോഹന്നാനെ വിളിക്കുന്നില്ല, ഏറ്റവും വിദ്യാസമ്പന്നനെയോ ഏറ്റവും അനുഭവസമ്പന്നനെയോ ഏറ്റവും സ്വാധീനമുള്ളവനെയോ ചൂണ്ടിക്കാണിക്കുന്നില്ല. അവിടുന്ന് ഒരു കുഞ്ഞിനെ വിളിക്കുന്നു, അവരുടെ നടുവിൽ നിർത്തുന്നു. എന്നിട്ട് പറയുന്നു, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെപ്പോലെ ആയില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കയില്ല. എത്ര വിചിത്രമായ ഉത്തരം! ശിഷ്യന്മാർ ചോദിക്കുന്നത് വലിയവനാകുന്നത് എങ്ങനെയെന്നാണ്. യേശു പറയുന്നത് ചെറിയവനാകാനാണ്. അവർ മുകളിലേക്കു നോക്കുന്നു, അവിടുന്ന് അവരുടെ കണ്ണുകൾ താഴേക്കു തിരിക്കുന്നു. അവർ അധികാരത്തെക്കുറിച്ച് ചിന്തിക്കുന്നു, അവിടുന്ന് വിനയത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ആരാണ് സേവിക്കപ്പെടേണ്ടതെന്ന് അവർ ചിന്തിക്കുന്നു, എങ്ങനെ സേവിക്കണമെന്ന് അവിടുന്ന് അവരെ പഠിപ്പിക്കുന്നു. ഇത് സുവിശേഷത്തിലെ ഏറ്റവും വലിയ വിപരീതങ്ങളിലൊന്നാണ്. ലോകം മഹത്വത്തെ അളക്കുന്നത് നിനക്കു താഴെ എത്ര പേരുണ്ട് എന്നു നോക്കിയാണ്. യേശു അതളക്കുന്നത് നീ എത്രപേരെ ഉയർത്താൻ തയ്യാറാണ് എന്നു നോക്കിയാണ്. യേശു അവരുടെ മുന്നിൽ നിർത്തുന്ന കുഞ്ഞ് ബാല്യബുദ്ധിയുടെ ചിത്രമല്ല. ആ കുഞ്ഞ് സൂചിപ്പിക്കുന്നത് കാത്തുസൂക്ഷിക്കേണ്ട സാമൂഹിക പദവിയില്ലാത്ത, ആശ്രിതനായ, തെളിയിക്കാൻ ഒന്നുമില്ലാത്ത ഒരാളെയാണ്. ആ ഒരൊറ്റ പ്രവൃത്തിയിലൂടെ ശിഷ്യന്മാരുടെ മഹത്വത്തെക്കുറിച്ചുള്ള ധാരണ യേശു തലകീഴായി മറിക്കുന്നു. ഈ ശിശുവിനെപ്പോലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ എന്ന് അവിടുന്ന് പറയുന്നു. ആ വാക്കു ശ്രദ്ധിക്കുക, താഴ്ത്തുന്നവൻ. താഴ്മ അഭിനയിക്കുന്നവൻ എന്നല്ല. വിനയവും കപടവിനയവും തമ്മിൽ യഥാർത്ഥമായ വ്യത്യാസമുണ്ട്. കപടവിനയം പറയുന്നു, ഞാൻ ഒന്നുമല്ല, എന്നാൽ രഹസ്യമായി പ്രതീക്ഷിക്കുന്നു, ആരെങ്കിലും മറുപടി പറയട്ടെ, അയ്യോ അല്ല, നീ വളരെ പ്രധാനപ്പെട്ടവനാണ് എന്ന്. യഥാർത്ഥ വിനയം പറയുന്നത് കൂടുതൽ ശാന്തവും ആഴമുള്ളതുമായ ഒരു കാര്യമാണ്. ഞാൻ ആരാണെന്നും എവിടെ നിന്നു വരുന്നു എന്നും എനിക്കറിയാം. ഞാൻ ദൈവത്തിനുള്ളവനാണ്. എനിക്ക് കേന്ദ്രബിന്ദു ആകേണ്ട ആവശ്യമില്ല, എല്ലാ വാദവും ജയിക്കേണ്ട ആവശ്യമില്ല, എന്റെ പ്രാധാന്യം തെളിയിക്കേണ്ടതില്ല, ഞാൻ ചെയ്യുന്ന എല്ലാറ്റിനും അംഗീകാരം വേണ്ടതില്ല, മറ്റൊരാളെ തോൽപ്പിച്ചു എന്റെ വ്യക്തിത്വം സ്ഥാപിക്കേണ്ടതില്ല. ഞാൻ ക്രിസ്തുവിനുള്ളവനാണ്. അതു മതി. ക്ലാരയുടെ മഹത്വം. ഇത് നമ്മെ വിശുദ്ധ ക്ലാരയിലേക്ക് കൊണ്ടുവരുന്നു. സമ്പന്നവും കുലീനവുമായ ഒരു കുടുംബത്തിലാണ് അവൾ ജനിച്ചത്. സുഖസൗകര്യങ്ങളും സുരക്ഷിതത്വവും സാമൂഹിക പദവിയും അവൾക്ക് സ്വന്തമാക്കാമായിരുന്നു. അവൾ മറ്റൊന്നു തിരഞ്ഞെടുത്തു. ദാരിദ്ര്യം, പ്രാർത്ഥന, ലാളിത്യം, ക്രിസ്തു, ഇവ അവൾ തിരഞ്ഞെടുത്തു. ക്രിസ്തു അവളുടെ ജീവിതത്തിൽ വലിയവനാക്കേണ്ടതിന് അവൾ ലോകത്തിന്റെ കണ്ണിൽ ചെറിയവളായി. ലോകം പറഞ്ഞേക്കാം, ക്ലാര, നീ നിന്റെ മഹത്വം ഉപേക്ഷിച്ചു. സുവിശേഷം പറയുന്നു, ക്ലാര, നീ അത് കണ്ടെത്തി. അവളുടെ മഹത്വം അവൾ കൈവശം വച്ചതിലായിരുന്നില്ല, അവൾ സമർപ്പിച്ചതിലായിരുന്നു, ശ്രദ്ധിക്കപ്പെടുന്നതിലായിരുന്നില്ല, വിശ്വസ്തയായിരുന്നതിലായിരുന്നു, സ്വയം പ്രധാനിയാക്കുന്നതിലായിരുന്നില്ല, ക്രിസ്തുവിനു സ്ഥലം ഒരുക്കുന്നതിലായിരുന്നു. ഇത് നമുക്ക് ചിന്തിക്കാൻ ഒരു ചോദ്യം അവശേഷിപ്പിക്കുന്നു. ഞാൻ എന്താണ് ഇത്ര കഠിനമായി തെളിയിക്കാൻ ശ്രമിക്കുന്നത്? ഞാൻ പ്രധാനിയാണെന്നോ? ശരിയാണെന്നോ? എനിക്ക് അധികാരമുണ്ടെന്നോ, അംഗീകാരം അർഹിക്കുന്നുവെന്നോ, എന്റെ അഭിപ്രായം ജയിക്കണമെന്നോ? ഒരുപക്ഷേ സ്വയം തെളിയിക്കുന്നത് നിർത്തി വെറുതെ വിശ്വസ്തരായിരിക്കാൻ യേശു നമ്മെ ക്ഷണിക്കുകയാവാം. കാരണം നമ്മുടെ വ്യക്തിത്വം ഒരിക്കലും ഒരു വാദം ജയിക്കുന്നതിൽ നിന്നോ നാം വഹിക്കുന്ന സ്ഥാനത്തിൽ നിന്നോ എത്ര പേർ നമ്മെ ബഹുമാനിക്കുന്നു എന്നതിൽ നിന്നോ വരേണ്ടതല്ല. നമ്മുടെ ആഴമേറിയ വ്യക്തിത്വം ദൈവത്തിൽ നിന്നാണ് വരുന്നത്. ചോദ്യത്തിനിടയിലെ ചോദ്യം. സുവിശേഷം പിന്നീട് നമ്മെ കൂടുതൽ ആഴത്തിലേക്ക് കൊണ്ടുപോകുന്നു. കാണാതെ പോയ ആടിനെക്കുറിച്ച് യേശു പറയുന്നു, ഒരു മനുഷ്യൻ 100 ആടുകൾ ഉണ്ടായിരിക്കെ അവയിൽ ഒന്ന് വഴിതെറ്റിപ്പോയാൽ 99നെയും വിട്ട് വഴിതെറ്റിയതിനെ അന്വേഷിച്ചു പോകുകയില്ലയോ? ഒന്ന് ചിന്തിക്കൂ. 99ഉം സുരക്ഷിതം. മനുഷ്യന്റെ കണക്കുകൂട്ടലിൽ അത് തന്നെ ഒരു വിജയമാണ്. എന്നാൽ ദൈവം അങ്ങനെ കണക്കുകൂട്ടുന്നില്ല. ദൈവം ആ ഒന്നിനെ ശ്രദ്ധിക്കുന്നു. വഴിതെറ്റിയത്, മറന്നുപോയത്, പോരാടുന്നത്, യോഗ്യതയില്ലെന്ന് തോന്നുന്നത്, വരാതായത്, മെല്ലെ അകന്നുപോയത്. ആ ഒന്ന് ദൈവത്തിന് പ്രധാനമാണ്.
ഈ ചെറിയവരിൽ ഒരുവൻ നശിച്ചു പോകുന്നത് നിങ്ങളുടെ സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടമല്ല എന്ന് യേശു പറയുന്നു. ഇന്നത്തെ യഥാർത്ഥ വൈരുദ്ധ്യം ഇവിടെയാണ്. ശിഷ്യന്മാർ ചോദിക്കുന്നു, ആരാണ് ഏറ്റവും വലിയവൻ? യേശു ചോദിക്കുന്നു, ആരാണ് കാണാതെ പോയത്? അവർ മുകളിലേക്കു നോക്കുന്നു, അവിടുന്ന് അരികിലേക്കു നോക്കുന്നു. അവർ പദവിയെക്കുറിച്ച് ചിന്തിക്കുന്നു, അവിടുന്ന് നഷ്ടപ്പെട്ടവരെക്കുറിച്ച് ചിന്തിക്കുന്നു. ഇതാണ് ലൗകികമായ മഹത്വവും സുവിശേഷത്തിലെ മഹത്വവും തമ്മിലുള്ള വ്യത്യാസം. സഭയിൽ പോലും നാം എണ്ണങ്ങളിൽ മുഴുകിപ്പോകാറുണ്ട്. എത്രപേർ പങ്കെടുത്തു, എത്രപേർ സംഭാവന ചെയ്തു, പരിപാടി എത്ര വിജയകരമായിരുന്നു. എന്നാൽ യേശു മറ്റൊരു ചോദ്യമാണ് ചോദിക്കുന്നത്, ആ ഒരാൾ എവിടെയാണ്? വരാതായ ആ വ്യക്തി എവിടെ? അകന്നുപോയ ആ യുവാവ് എവിടെ? മറന്നുപോയതായി തോന്നുന്ന ആ വൃദ്ധൻ എവിടെ? വേദനിപ്പിക്കപ്പെട്ട, പിന്മാറിയ, തിരികെ വരാൻ വഴിയറിയാതെ അന്വേഷിക്കുന്ന ആ വ്യക്തി എവിടെ? ആ ആട് സ്വന്തം തീരുമാനമെടുത്തതാണ് എന്ന് ഇടയൻ പറയുന്നില്ല. അതൊരൊറ്റ ആടല്ലേ എന്നോ 99 മതി എന്നോ അവൻ പറയുന്നില്ല. അവൻ അന്വേഷിച്ചു പോകുന്നു. കാരണം സ്നേഹം അന്വേഷിക്കുന്നു. കാണാതെ പോയ ആടിനെ കണ്ടെത്തുമ്പോൾ സുവിശേഷം കോപത്തെക്കുറിച്ചല്ല വിവരിക്കുന്നത്, സന്തോഷത്തെക്കുറിച്ചാണ്. അതാണ് ദൈവഹൃദയം. നഷ്ടപ്പെട്ടവർ സ്വയം വീട്ടിലേക്കുള്ള വഴി കണ്ടെത്തുന്നതു കാത്തിരിക്കുകയല്ല ദൈവം ചെയ്യുന്നത്. ദൈവം അവരെ അന്വേഷിച്ചു പോകുന്നു. ഒരുപക്ഷേ നമ്മുടെ ജീവിതത്തിൽ നാം നിശബ്ദമായി എഴുതിത്തള്ളിയ ഒരാളുണ്ടാകാം, നമ്മെ നിരാശപ്പെടുത്തിയ, വെല്ലുവിളിച്ച, അകന്നുപോയ, ഒരിക്കലും മാറില്ലെന്ന് നാം തീരുമാനിച്ച ഒരാൾ. യേശു ആ വ്യക്തിയെ എഴുതിത്തള്ളിയിട്ടില്ല. ഇടയൻ ഇപ്പോഴും അന്വേഷിക്കുന്നു. ഒരുപക്ഷേ സുവിശേഷം നമ്മോട് ചോദിക്കുന്നത്, ക്ഷീണിതരായതുകൊണ്ട് നാം അന്വേഷിക്കുന്നത് നിർത്തിയോ? പ്രാർത്ഥന നിർത്തിയോ? കൈനീട്ടുന്നത് നിർത്തിയോ? ഒരാൾ അതിന് വിലയില്ലെന്ന് തീരുമാനിച്ചോ? ചിലപ്പോൾ ആ കാണാതെ പോയ ആട് മറ്റാരുമല്ല, നമ്മുടെ ഉള്ളിലുള്ള എന്തോ ഒന്നാവാം. നമ്മുടെ സമാധാനം, വിശ്വാസം, സന്തോഷം, ദൈവത്തിലുള്ള ശിശുസഹജമായ ആശ്രയം. ഇവയെല്ലാം അധികാരത്തെയും അംഗീകാരത്തെയും മറ്റുള്ളവർ എന്തു കരുതും എന്നതിനെയും കുറിച്ചുള്ള ആശങ്കയുടെ പാളികൾക്കടിയിൽ നഷ്ടപ്പെട്ടിരിക്കാം. അപ്പോൾ ഏറ്റവും ലളിതമായ സത്യമാണ് നാം മറന്നുപോയത്, ഞാൻ ക്രിസ്തുവിനുള്ളവനാണ്. അതാണ് നമ്മുടെ ആഴമേറിയ വ്യക്തിത്വം. വിനയവും ധൈര്യവും. ക്രിസ്തീയ വിനയം ക്രിസ്തീയ ധൈര്യമായി മാറുന്നത് ഇവിടെയാണ്. വിനയം എന്നാൽ ശബ്ദമില്ലായ്മയല്ല, അനീതി അംഗീകരിക്കുന്നതല്ല, ഒന്നും ചോദ്യം ചെയ്യാതിരിക്കുന്നതല്ല, ഭയപ്പെട്ടിരിക്കുന്നതല്ല. ക്രിസ്തീയ ധൈര്യം വളരുന്നത് വിനയത്തിൽ നിന്നാണ്. സ്വയം കേന്ദ്രമാക്കാതെ നമുക്ക് സത്യം സംസാരിക്കാം. മറ്റൊരാളെ അപമാനിക്കാതെ വിയോജിക്കാം. വ്യക്തിയെ ആക്രമിക്കാതെ ഒരു കാര്യത്തെ വെല്ലുവിളിക്കാം. അഹങ്കാരമില്ലാതെ ഉത്തരവാദിത്വം വഹിക്കാം. എപ്പോൾ മൗനം പാലിക്കണം, എപ്പോൾ സംസാരിക്കണം എന്നറിഞ്ഞുകൊണ്ട്. കാരണം രണ്ടിലും നാം നമ്മുടെ വില തെളിയിക്കുകയല്ല ചെയ്യുന്നത്. നാം ആർക്കുള്ളവരാണെന്ന് നമുക്ക് ഇതിനകം അറിയാം. വിശുദ്ധ ക്ലാര ഇത് മനസ്സിലാക്കിയിരുന്നു. ലോകത്തിന് നൽകാനോ എടുത്തുകളയാനോ കഴിയാത്ത ഒന്നിന്മേലാണ് അവൾ തന്റെ വ്യക്തിത്വം കെട്ടിപ്പടുത്തത്. ക്രിസ്തുവിനെ തന്റെ ജീവിതത്തിന്റെ കേന്ദ്രമാക്കാൻ അവൾ അനുവദിച്ചു. അതുകൊണ്ടാണ് അവളുടെ സാക്ഷ്യം ഇന്നും നമ്മോട് സംസാരിക്കുന്നത്. നീ ആർക്കുള്ളവനാണ്? ഒരുപക്ഷേ ഇന്ന് ആഴമേറിയ ചോദ്യം ഇനി ആരാണ് എന്നല്ല, ആരാണ് ഏറ്റവും വലിയവൻ എന്നുമല്ല, മറിച്ച് ലളിതമായി ഇതാണ്, നീ ആർക്കുള്ളവനാണ്? ഞാൻ ക്രിസ്തുവിനുള്ളവനാണെങ്കിൽ ഞാൻ പ്രധാനിയാണെന്ന് തെളിയിക്കാൻ എന്റെ ജീവിതം മുഴുവൻ ചെലവഴിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് വിനീതനാകാം, സേവിക്കാം, കേൾക്കാം, ധൈര്യത്തോടെ സംസാരിക്കാം, ക്ഷമിക്കാം, നഷ്ടപ്പെട്ടവനെ തേടിച്ചെല്ലാം, ചെറിയവൻ ഇടം കൊടുക്കാം. വീട്ടിലേക്ക് കൊണ്ടുപോകാൻ 3 കാര്യങ്ങൾ. ഒന്നാമത്, വെല്ലുവിളിക്കപ്പെടുമ്പോൾ ഉടനെ പിന്മാറുകയോ തിരിച്ചടിക്കുകയോ ചെയ്യരുത്. നിർത്തുക, പ്രാർത്ഥിക്കുക, നീ ആരാണെന്ന് ഓർക്കുക. എല്ലാ സംഭാഷണവും ജയിക്കേണ്ട ആവശ്യമില്ല, സത്യത്തോടും അന്തസ്സോടും കൂടി പ്രതികരിക്കാം. രണ്ടാമത്, ലോകം അവഗണിക്കുന്ന ഒരാളെ ശ്രദ്ധിക്കുക. അവർക്ക് നിന്റെ ശ്രദ്ധ കൊടുക്കുക. കേൾക്കുക, ഇടം കൊടുക്കുക. ലോകത്തിന് ചെറുതായി തോന്നുന്നയാൾ ദൈവദൃഷ്ടിയിൽ വിലയേറിയവനായിരിക്കാം. മൂന്നാമത്, അകന്നുപോയ ഒരാളെ ബന്ധപ്പെടുക. ഒരു ഫോൺ വിളി, ഒരു സന്ദേശം, ഒരു സന്ദർശനം, ഉപദേശിക്കാനല്ല, ജയിക്കാനല്ല, ശരിയാണെന്ന് തെളിയിക്കാനല്ല, മറിച്ച് വെറുതെ പറയാൻ, നീ മറന്നുപോയവനല്ല. അതാണ് നല്ല ഇടയൻ ചെയ്യുന്നത്. അങ്ങനെ ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുന്നു, ആരാണ് ഏറ്റവും വലിയവൻ? യേശു ഒരു കുഞ്ഞിനെ ചൂണ്ടിക്കാട്ടി ഉത്തരം നൽകുന്നു. പിന്നെ കാണാതെ പോയ ആടിനെ ചൂണ്ടിക്കാട്ടി ഉത്തരം നൽകുന്നു. അവിടുന്ന് നമ്മെ പഠിപ്പിക്കുന്നു, മഹത്വം മനസ്സിലാക്കണമെങ്കിൽ കുഞ്ഞിനെപ്പോലെ വിനീതനാകുക. ദൈവഹൃദയം മനസ്സിലാക്കണമെങ്കിൽ കാണാതെ പോയ ആടിനെ അന്വേഷിച്ചു പോകുക. ആരെങ്കിലും നിന്നോട് നീ ആരാണ് എന്ന് ചോദിച്ചാൽ, നിന്റെ പദവിയോ അധികാരമോ നേട്ടങ്ങളോ കൊണ്ട് ഉത്തരം പറയേണ്ട ആവശ്യമില്ല. അതിലും ആഴമേറിയ ഒന്ന് നിനക്ക് ഓർക്കാം, ഞാൻ ദൈവത്തിന്റെ മകനാണ്, മകളാണ്. ഞാൻ ക്രിസ്തുവിനുള്ളവനാണ്.
അതിനാൽ എനിക്ക് വിനയത്തോടെ നിൽക്കാം, ധൈര്യത്തോടെ സംസാരിക്കാം, അംഗീകാരം കാക്ഷിക്കാതെ സേവിക്കാം. ചുറ്റും നോക്കി യേശു ചോദിക്കുന്ന ചോദ്യം ചോദിക്കാം: ആ ഒരാൾ എവിടെയാണ്? കാരണം ദൈവരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ ഏറ്റവും വലിയവനാകാം, മറന്നുപോയവൻ ഏറ്റവും വിലയേറിയവനാകാം, കാണാതെ പോയവനെ എപ്പോഴും അന്വേഷിക്കാൻ യോഗ്യതയുണ്ട്. ആമേൻ.